പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ വീഡിയോയിലൂടെ SSLC IT മോഡൽ എക്സാമിന് വന്ന ഓപ്പൺ ടൂൺസിലെ 2 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ക്രിയേറ്റ് ആൻ ആനിമേഷൻ സീൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ യൂസിങ് ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ. ഒരു മലഞ്ചെരുവിലൂടെ ബോൾ ഉരുണ്ട് നീങ്ങുന്ന ആനിമേഷനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹിൻസ് നോക്കാം. ഒന്നാമതായിട്ട് നേരത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ ഡോക്യുമെൻറ്റ്സിൽ പേസ്റ്റ് ചെയ്യണം. ദെൻ ഇതിൽ നമ്മൾ പ്രൊജക്റ്റിന് പേര് കൊടുക്കേണ്ടത് ബോൾ എന്ന പേരാണ് നൽകേണ്ടത്. മൂന്നാമതായിട്ട് ഇതിലെ വീഡിയോ പ്രൊഫൈൽ, ഇതിന് സീനിന് വേണ്ട വീഡിയോ പ്രൊഫൈൽ എല്ലാം നൽകിയിട്ടുണ്ട്. സീൻ 1 എന്നും അതുപോലെ ക്യാമറ സൈസ്, യൂണിറ്റ്സ്, ഫ്രെയിം റേറ്റ്, ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് 5 സെക്കൻഡ് വീഡിയോ ആണ് തയ്യാറാക്കേണ്ടത്. ഇതിലോട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് hill.png എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നമ്മളൊരു വെക്റ്റർ ലെയർ വരയ്ക്കേണ്ടതുണ്ട്. ഡ്രോ ചെയ്യാൻ പറയുന്നത് ബോൾ എന്ന ഇമേജ്. നമുക്ക് നേരത്തെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഇമേജ് നൽകിയിട്ടുണ്ടായിരുന്നു, നമ്മളത് ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ബോൾ എന്ന ഇമേജ് നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റ്സിലോട്ട് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യുക. ശേഷം ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ടൂൺസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ഓപ്പൺ ടൂൺസ് പ്രോജക്റ്റിൻ്റെ നെയിം നമ്മൾ നൽകേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബോൾ എന്ന നെയിം നൽകാനാണ്. സോ ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബോൾ എന്ന പേര് നൽകുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ പ്രൊജക്റ്റിലേക്കുള്ള സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വീഡിയോ പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് സീൻ 1, ക്യാമറ സൈസ് HD 720, യൂണിറ്റ്സ് പിക്സൽ എന്ന്, അതോടൊപ്പം ഫ്രെയിം റേറ്റ് 12 എന്നിവ ടൈപ്പ് ചെയ്ത് ചേഞ്ചസ് വരുത്തുക. ഇനി നമുക്ക് ആനിമേഷന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ ടൂൺസിലെ hill.png എന്നതാണ് ഇമേജ്. സോ അത് നമുക്ക് ലോഡ് ചെയ്യണം. എങ്ങനെയാണ് ഇമേജ് ലോഡ് ചെയ്യേണ്ടത്? നമ്മൾ ആ ട്രാക്കിലെ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ബ്രൗസർ റൂമിലോട്ട് ചെല്ലുക. ഓക്കെ, ഇനി ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ടൂൺസിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിലായി അതിലെ ഫയലുകളെല്ലാം കാണാം. അവിടെ hill.png എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന് നൽകുക. വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആനിമേഷൻ റൂമിൽ ചെന്നാൽ അവിടെ നമ്മുടെ ഇമേജ് ലോഡായതായിട്ട് കാണാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഇമേജ് ബാക്കി 60 ഫ്രെയിമിലോട്ടും കോപ്പി ചെയ്യാണ് ചെയ്യേണ്ടത്. അത് 2 വഴി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ആ ഒരു വൈറ്റ് നോഡിൽ സെലക്ട് ചെയ്തുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യാം. 60 ഫ്രെയിം വരെ ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ റിപ്പീറ്റ് ഓപ്ഷൻ കൊടുത്തും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 60 ഫ്രെയിമിലോട്ടും ബാക്ക്ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാക്കിൽ ഇമേജ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളത് ഡ്രോ ചെയ്യണം, നമുക്ക് നൽകിയിട്ടില്ല. സോ അതിലെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്ത് ഡ്രോയിങ് റൂമിൽ ചെല്ലുക. ഡ്രോയിങ് റൂമിൽ ടൂൾ ബോക്സിൽ 4-മതായി ജിയോമെട്രിക് ടൂൾ എന്ന ടൂള് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത്, അത് സെലക്ട് ചെയ്യുമ്പം മുകളിൽ ഷെയ്പ്പ് എന്ന മുകളിൽ മെനു ബാറിൽ താഴെയായിട്ട് ഷെയ്പ്പ് എന്നതിൽ എന്താണ് അതിൻ്റെ നേരെ ഏത് ഷേപ്പിലാണ് സെലക്ട് ആയിട്ടുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് സർക്കിളാണ്. അവിടെ സർക്കിൾ, റെക്റ്റാങ്കിൾ, എലിപ്സ്, ലൈനൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ അത് സർക്കിളാണ്. സർക്കിൾ സെലക്ട് ചെയ്തിട്ട് സർക്കിൾ അവിടെ ഡ്രോ ചെയ്യുക. അതിനുശേഷം ഫിൽ കളർ എന്ന ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കളർ ഏതാണോ അത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് വേണ്ട കളർ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിങ്ക് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ടൂൾ ഉപയോഗിച്ച് ആ സർക്കിളിൻ്റെ ഉള്ളിൽ അകത്തായി വരുന്ന രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സർക്കിളിനുള്ളിൽ കളർ ഫിൽ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ
ബോൾ ഡ്രോ ചെയ്യാം. ദെൻ ആനിമേഷൻ റൂമിലോട്ട് വരിക. ശേഷം ഒരൊറ്റ സെല്ലിലേ നമ്മൾ ഡ്രോ ചെയ്ത ഇമേജ് ഉള്ളൂ, അത് 60 ഫ്രെയിമിലോട്ടും നേരത്തെ ചെയ്തതുപോലെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഇമേജും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബോളിന് ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആനിമേഷൻ കൊടുക്കാൻ ആ ബോളുള്ള സെക്കൻഡ് ട്രാക്കിലെ ആ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുക. ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്കെയിലിലാണോ പൊസിഷനിലാണോ ഉള്ളത് നോക്കുക. നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ആ ഫസ്റ്റ് ഫ്രെയിമിൽ എങ്ങനെയാണ് അത് വേണ്ടത്, അതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ സ്കെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് സൈസ് കുറയ്ക്കാം. ശേഷം ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. ലാസ്റ്റ് ഫ്രെയിമിൽ ബോൾ എവിടെയാണോ വേണ്ടത് അതുപോലെ ബോളിനെ മാറ്റി വെക്കുക. പൊസിഷനിലാണോ ഉറപ്പ് വരുത്തുക, പൊസിഷനിലാണ് ആനിമേഷൻ മോഡ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അതിനെ മൂവ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ട ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്ത് ബോൾ സൈസ് കൂട്ടാം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ടു ബിഗിൻ എടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് ആനിമേഷൻ പ്ലേ ചെയ്ത് നോക്കിയാൽ ആ ബോൾ ഉരുണ്ട് വരുന്ന ആനിമേഷൻ ആക്റ്റീവ് ആയതായിട്ട് കാണാവുന്നതാണ്. തുടർന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ സേവ് ചെയ്യുക. യുവർ രജിസ്റ്റർ നമ്പർ _ബോൾ എന്ന പേരിലാണിത് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അത് നമുക്ക് ഫയൽ സേവ് ചെയ്യാനായി റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് അല്പം സമയമെടുക്കും റെൻഡർ ആവാൻ. തുടർന്ന് ഈ റെൻഡർ ചെയ്ത ഫയൽ സേവ് ആയിട്ട് വരിക നമ്മുടെ ഡെസ്ക്ടോപ്പിൽ scene1.mp4 എന്ന പേരിലാകും അത് സേവ് ആവാം. അവിടെ നിന്നും നമ്മൾ റീനെയിം ചെയ്യുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ _ബോൾ എന്ന പേരിൽ റീനെയിം ചെയ്യാനാണ്, സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ രീതിയിൽ നമ്മൾ റീനെയിം ചെയ്ത് കോപ്പി ചെയ്യുക. ശേഷം അതിനെ exam10 പ്രോഡക്ട്സിലോട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആനിമേഷൻ പ്രൊസീജിയർ പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായി ഓപ്പൺ ടൂൺസിലെ തന്നെ മറ്റൊരു ആനിമേഷൻ ചോദ്യം പരിചയപ്പെടാം. ക്രിയേറ്റ് ആൻ ആനിമേഷൻ ഓഫ് എൻ ആർച്ചർ ഷൂട്ടിംഗ് ആൻ ആരോ അറ്റ് ഹിസ് ടാർഗറ്റ് യൂസിങ് ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ. ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ ആർച്ചർ ആ ഒരു ഷൂട്ടിംഗ് പോയിന്റിലോട്ട് ആരോ തൊടുത്ത് വിടുന്ന ഒരു ആനിമേഷനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എല്ലാ ചോദ്യത്തിലും പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ ടൂൺസ് ഫോൾഡർ exam10 ഡോക്യുമെൻറ്റ്സിൽ നിന്നും കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ഈ പ്രോജക്റ്റിന് ആർച്ചർ എന്ന പേരാണ് നൽകേണ്ടത്. പിന്നെ വീഡിയോ പ്രൊഫൈൽ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആനിമേഷൻ സീൻ ബീയിങ് ക്രിയേറ്റഡ് ഷുഡ് ബി ഫോർ 5 സെക്കൻഡ് ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇമേജസ് target.png, archer.png, arrow.png. ഇതിലേതാണ് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ ഇമേജ് ബ്രൗസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹോമിലെ exam10 ഡോക്യുമെൻറ്റ്സിൽ നിന്നും ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പൺ ടൂൺസിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ടൂൺസ് എന്ന് ടൈപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അവിടെ പ്രോജക്റ്റ് നെയിം നമ്മൾ കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളിടത്ത് നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആർച്ചർ എന്ന പേര് നൽകാനാണ്. സോ ആർച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി ആ ഒരു പ്രൊജക്റ്റിലോട്ടുള്ള സീനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ന്യൂ സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നൽകിയിരിക്കുന്ന വീഡിയോ പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളവിടെ നൽകുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ടൂൺസ് എക്സാമിനൊക്കെ ഈ 4 കാര്യങ്ങളാണ് നമ്മോട് അറേഞ്ച് ചെയ്യാൻ ഓർഡർ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അതേ രീതിയിൽ നമ്മൾ വീഡിയോ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. സീൻ നെയിം, ക്യാമറ സൈസ്, യൂണിറ്റ്സ് ആൻഡ് ഫ്രെയിം റേറ്റ്. ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇമേജസ് ഓരോന്നായി ബ്രൗസ് ചെയ്ത് കൊണ്ടുവരണം. ആനിമേഷൻ ടാബിൽ ആദ്യം പോവുക. അതിലെ ഫസ്റ്റ് ട്രാക്കിലെ ഫസ്റ്റ് ഫ്രെയിം, ഒന്നാമത്തെ ഫ്രെയിമിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ഫ്രെയിമിലേക്ക് വേണ്ട ഇമേജ് ബ്രൗസ് ചെയ്യുക. ബ്രൗസർ ടാബിൽ അല്ലെങ്കിൽ ബ്രൗസർ റൂമിൽ പോകുന്നു. അവിടെ നിന്നും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത മൈ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ടൂൺസ് ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അതിലെ ഫയലുകളെല്ലാം കാണും. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് target.png എന്ന ഇമേജ് ബ്രൗസ് ചെയ്ത് കൊണ്ടുവരാം. സോ ടാർഗറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക.
വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് എത്തിയിട്ടുണ്ട്. ഒരൊറ്റ ഫ്രെയിമിലെ ഇമേജ് വന്നിട്ടുള്ളൂ. നമുക്കിത് 60 ഫ്രെയിമുകളിലാക്കി കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അത് വൈറ്റ് നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ 60ാമത്തെ ഫ്രെയിമിലേക്ക് നമ്മൾ അതുവരെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ട്രാക്കിൽ ആ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ഇമേജ് കൊണ്ടുവരാൻ പോവുകയാണ്. സെക്കൻഡ് ഇമേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ archer.png ആണ്. archer.png എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ്, വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഇമേജും നമ്മുടെ ആനിമേഷൻ പേജിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലാണുള്ളത്. നേരത്തെ ചെയ്തതുപോലെ 60 ഫ്രെയിമിലോട്ട് നമ്മളിത് റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ് ടു ഫ്രെയിം, ഏത് ഫ്രെയിം വരെ എന്നുള്ളത് അവിടെ 60 എന്ന് കൊടുത്തു. ദെൻ റിപ്പീറ്റ്. ഇങ്ങനെ വളരെ വേഗത്തിൽ 60 ഫ്രെയിമുകളിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ ഫസ്റ്റ് ഫ്രെയിമാണെന്ന് ഉറപ്പ് വരുത്തുക. മൂന്നാമത്തെ ഇമേജ് arrow.png എന്നുള്ളതും കൊണ്ടുവരിക. ലോഡ് ചെയ്തു, വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ 3 ഇമേജും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ആ മൂന്നാമത്തെ ഇമേജ് 60 ഫ്രെയിമുകളിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ പിക്ചേഴ്സ് 3ഉം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആർച്ചർ എന്ന ഇമേജ് വളരെ ബിഗ്ഗായിട്ടാണ് കാണുന്നത്. അതൊന്ന് സ്കെയിൽ ചെയ്ത് അതിൻ്റെയൊക്കെ പൊസിഷന് കറക്റ്റാക്കി വെക്കാം. അതുപോലെ രണ്ടാമത്തെ ഇമേജായ arrow.png അതും നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി വെക്കാം. ആർച്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആനിമേഷൻ ഓൺ ചെയ്ത് ആനിമേഷൻ ടൂൾ ഓൺ ചെയ്യുക. സ്കെയില്, പൊസിഷൻ എന്നുള്ളത് കറക്റ്റ് ഏതാണ്, നമുക്ക് പൊസിഷനാണ് മാറ്റേണ്ടതെങ്കിൽ പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ ആ ഇമേജ് വെക്കേണ്ടത് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുക. ഇനി നമുക്ക് സ്കെയിലാണ് ചെയ്യേണ്ടതെങ്കിൽ സ്കെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഒന്ന് സൈസ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്ത് കറക്റ്റ് സൈസിൽ എവിടെയാണോ അത് വെക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ അലൈൻ ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആർച്ചർ എന്ന ഇമേജ് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതായി arrow.png എന്ന ഇമേജ്, അതിനെ സെലക്ട് ചെയ്യുക. ആ ട്രാക്കിൽ ഫസ്റ്റിൽ സെലക്ട് ചെയ്തു. അത് എവിടെയാണോ ആ ഫസ്റ്റ് ഫ്രെയിമിൽ ആരോ എവിടെയാണോ വേണ്ടത് ആർച്ചറുടെ അടുത്തേക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ ആർച്ചറിനെയും ആരോയെയും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഫ്രെയിമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഫ്രെയിമിൽ ആരോ എവിടെ എത്തണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ആരോ എന്ന ട്രാക്കിലെ അവസാനത്തെ ഫ്രെയിം 60ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ആരോ നമുക്ക് വേണ്ടത് ആ ഒരു ഷൂട്ടിംഗ് പോയിന്റിലെത്തണം. ആ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് ആരോയെ ആനിമേഷനിൽ പൊസിഷൻ ഉപയോഗിച്ച് നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് സേവ് ചെയ്യണം. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സീൻ 1 എന്ന പേരിൽ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റീനെയിം ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിയിൽ രജിസ്റ്റർ നമ്പർ _archer എന്ന പേരിൽ റീനെയിം ചെയ്യുക. സീൻ 1 എന്ന MP4 ഫയൽ നമ്മൾ റീനെയിം ചെയ്തു. ദെൻ അത് കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം പ്രോഡക്ട്സിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ആനിമേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളല്ലേ? ഇനി എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. താങ്ക്